കഴിഞ്ഞ തവണ നമ്മൾ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായി നാണം കെട്ട ഒരു സാധനം ഉണ്ടല്ലോ, പൈനാപ്പിൾ തപ്പാച്ചെ, നമ്മുടെ മെക്സിക്കൻ ഡ്രിങ്ക്. അത് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണേ. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പൈനാപ്പിളിൻ്റെ തൊലി ഇതുപോലെ ഫ്ലഷ് കൂടെ ചേർത്ത് കട്ട് ചെയ്തെടുക്കുക. വേണമെങ്കിൽ അത് ചെറിയ പീസസ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കത്തെ കൂഞ്ഞിലുണ്ടല്ലോ, ആ സാധനം കൂടെ വേണേ. എന്നിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പം എടുത്തു വെച്ച ആ ഒരു ഫ്ലഷും ആ ഒരു തൊലിയും കൂടെ ചേർന്ന ഭാഗവും ആ കൂഞ്ഞിലും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3 കഷ്ണം നമ്മുടെ പട്ട, ഒരു 5-6 ഗ്രാമ്പൂ, ഒരു 8-10 കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അത്യാവശ്യം നല്ലോണം വേണം, കാരണം അല്ലേ പൈനാപ്പിളിൻ്റെ പുളി ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കര പുളിയായിപ്പോൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്കിട്ട് പഞ്ചസാര അലിയിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് തുണി കൊണ്ട് അടച്ച് മൂടിക്കെട്ടി സൂര്യപ്രകാശം ഒന്നും കയറാതെ എവിടെയെങ്കിലും അടുമ്പാതിൻ്റെ അടിയിൽ കൊണ്ട് ഒരു 4 ദിവസം വെക്കുക. എന്നിട്ട് അത് 4 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് അരിച്ചെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ മധുരം കുറച്ചുകൂടെ ചേർക്കുക. പിന്നെ പഞ്ചസാരയ്ക്ക് വരെ ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ലോണം അടപ്പ് ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഒരു 2 ദിവസവും 1 ദിവസവും കൂടെ വെക്കുക. എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുക. നോർമലി ഞാൻ വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ തുറക്കുമ്പോഴത്തേക്ക് പതയൊക്കെ ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. ഇത്തവണയും പതയൊന്നും വന്നില്ല. പക്ഷെ കഴിഞ്ഞ ഓണത്തെ പോലെ നമ്മുടെ സാധനം ഫ്ലോപ്പായില്ല. ഭയങ്കര പുളിയൊന്നുമില്ലായിരുന്നു. സാധനം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.